നടക്കുന്ന സ്ഥലമാണ്. സിവിൽ വാർ നടക്കുന്ന ആഫ്രിക്കയിലെ സിയാറ ലിയോണയിൽ 20,000 കോടി രൂപയുടെ ബിസിനസിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് അൻവർ. ആ 20,000 കോടി രൂപയിൽ അൻവർ പറയുകയാണ് എന്റെ സ്റ്റേക്ക് എന്ന് പറയുന്നത്, അൻവറിന്റെ സ്റ്റേക്ക് എന്ന് പറയുന്നത് 4,000 കോടി രൂപയാണ്. 4,000 കോടി രൂപ നിക്ഷേപിക്കാൻ വേണ്ടി പൊതുപ്രവർത്തകനായിട്ടുള്ള അൻവർ 3 മാസം ലീവ് എടുത്തുകൊണ്ട് ഈ സൈനികമായിട്ടുള്ള ഏതു സമയത്തും അക്രമം നടത്താൻ സാധിക്കുന്ന, ജനാധിപത്യ മൂല്യങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത പ്രദേശത്ത് പോയി 4,000 കോടി നിക്ഷേപിച്ചത് തിരിച്ചു മറുപടി പറഞ്ഞാലും കരഞ്ഞിട്ട് മറുപടി പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾക്ക് അതിനെ ഒരു വിഷയമേ അല്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത കള്ളന്മാരുടെ നേതാവാണ് ശ്രീമാൻ പിണറായി വിജയൻ എന്ന്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇതും ബോധ്യമായി. ഇവിടത്തെ പാവപ്പെട്ട കുട്ടികൾ, അതിൽ മുസ്ലിം ഉണ്ടോ? മയക്കുമരുന്നിന്റെ മുന്നിൽ മുസ്ലിം ഉണ്ടോ? ക്രിസ്ത്യാനി ഉണ്ടോ? ഹിന്ദു ഉണ്ടോ? ഇവിടെ അമ്മ പ്രസവിച്ച, ഉമ്മ പ്രസവിച്ച, അമ്മച്ചിമാർ പ്രസവിച്ച കുട്ടികളുടെ ശിരകളിലേക്ക് മയക്കുമരുന്ന് ഒഴുക്കി കൊടുത്തുകൊണ്ട് മണലാരണ്യത്തിൽ പോയി കഷ്ടപ്പെട്ട് ജീവിതമാർഗത്തിന് വേണ്ടി പണം സമ്പാദിച്ച് അതും നാട്ടിലേക്ക് അയക്കുന്ന എത്ര മുസൽമാന്മാരുടെ വീടുകൾക്കകത്തിരിക്കുന്ന കുട്ടികൾ ഈ മയക്കുമരുന്ന് ലോബിയുടെ അടിമകളായിട്ടുണ്ട് എന്ന് പരിശോധിക്കാൻ. നമസ്കാരം. പിണറായി വിജയനേക്കാൾ വലിയ കള്ളനാണ് PV അൻവർ എന്ന് ആഞ്ഞടിച്ചിരിക്കുകയാണ് ശോഭ സുരേന്ദ്രൻ. പിണറായി വിജയനെതിരെ ഇപ്പോൾ കുരയ്ക്കുന്ന PV അൻവർ ഹരിശ്ചന്ദ്രൻ ഒന്നുമല്ലല്ലോ എന്നും ശോഭ സുരേന്ദ്രൻ ചോദിക്കുന്നു. പിണറായി കള്ളനെങ്കിൽ കള്ളന് കഞ്ഞിവെച്ചവനാണ് PV അൻവർ എന്ന വാക്കുകൾ അടിവരയിട്ട് ഉറപ്പിക്കുന്നതായിരുന്നു ശോഭ സുരേന്ദ്രന്റെ പ്രസംഗം. ഇത്രയും നാൾ സ്വർണ്ണക്കള്ളക്കടത്തിൽ ഉൾപ്പെടെ ഒരുമിച്ച് നിന്ന പിണറായിയും അൻവറും വീതം വെക്കലിൽ തെറ്റിപ്പിരിഞ്ഞപ്പോഴാണ് അൻവർ പിണറായിക്കെതിരെ ഇപ്പോൾ പരസ്യ വിമർശനങ്ങളുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. അൻവർ ആരാണ്? അൻവർ ഹരിചന്ദ്രനാണോ? അൻവർ ഹരിചന്ദ്രനല്ല. മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് അൻവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ എന്റെ ബിസിനസ് നടത്തുന്നത് ഒരക്ഷരം പോലും അത് തെറ്റാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയുമോ? ഞാൻ എന്റെ ബിസിനസ് നടത്തുന്നത് ആഫ്രിക്കയിലെ സിയാറ ലിയോണയിലാണ്. അതാ എവിടെയാണത്? അവിടെ എന്താ നടക്കുന്നത്? അവിടെ നടക്കുന്നത് സിവിൽ വാർ നടക്കുന്ന സ്ഥലമാണ്. സിവിൽ വാർ നടക്കുന്ന ആഫ്രിക്കയിലെ സിയാറ ലിയോണയിൽ 20,000 കോടി രൂപയുടെ ബിസിനസിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് അൻവർ. ആ 20,000 കോടി രൂപയിൽ അൻവർ പറയുകയാണ് എന്റെ സ്റ്റേക്ക് എന്ന് പറയുന്നത്, അൻവറിന്റെ സ്റ്റേക്ക് എന്ന് പറയുന്നത് 4,000 കോടി രൂപയാണ്. 4,000 കോടി രൂപ നിക്ഷേപിക്കാൻ വേണ്ടി പൊതുപ്രവർത്തകനായിട്ടുള്ള അൻവർ 3 മാസം ലീവ് എടുത്തുകൊണ്ട് ഈ സൈനികമായിട്ടുള്ള ഏതു സമയത്തും അക്രമം നടത്താൻ സാധിക്കുന്ന, ജനാധിപത്യ മൂല്യങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത പ്രദേശത്ത് പോയി 4,000 കോടി നിക്ഷേപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിരിച്ചു മറുപടി പറഞ്ഞാലും കരഞ്ഞിട്ട് മറുപടി പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾക്ക് അതിനെ ഒരു വിഷയമേ അല്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത കള്ളന്മാരുടെ നേതാവാണ് ശ്രീമാൻ പിണറായി വിജയൻ എന്ന്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇതും ബോധ്യമായി. ഇവിടത്തെ പാവപ്പെട്ട കുട്ടികൾ, അതിൽ മുസ്ലിം ഉണ്ടോ? മയക്കുമരുന്നിന്റെ മുന്നിൽ മുസ്ലിം ഉണ്ടോ? ക്രിസ്ത്യാനി ഉണ്ടോ? ഹിന്ദു ഉണ്ടോ? ഇവിടെ അമ്മ പ്രസവിച്ച, ഉമ്മ പ്രസവിച്ച, അമ്മച്ചിമാർ പ്രസവിച്ച കുട്ടികളുടെ ശിരകളിലേക്ക് മയക്കുമരുന്ന് ഒഴുക്കി കൊടുത്തുകൊണ്ട് മണലാരണ്യത്തിൽ പോയി കഷ്ടപ്പെട്ട് ജീവിതമാർഗത്തിന് വേണ്ടി പണം സമ്പാദിച്ച് അതും നാട്ടിലേക്ക് അയക്കുന്ന എത്ര മുസൽമാന്മാരുടെ വീടുകൾക്കകത്തിരിക്കുന്ന കുട്ടികൾ ഈ മയക്കുമരുന്ന് ലോബിയുടെ അടിമകളായിട്ടുണ്ട് എന്ന് പരിശോധിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പം നിങ്ങൾ തുറന്നു പറഞ്ഞല്ലോ. എന്തേ നിങ്ങൾ ഇതിന് മുൻപത് തയ്യാറാവാതിരുന്നത്? ഈ കേരളം എന്റെയും നിങ്ങളുടെയും ഭാവി തലമുറയെ തകർത്തെറിയുന്ന രീതിയിൽ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുടെ പിടിയിലായിട്ടും എന്തുകൊണ്ടാണ് ഈ മാഫിയകളെ നിയന്ത്രിച്ചു നിർത്താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിക്കാത്തത് എന്ന്? എടോ VD സതീശ, തന്റെ കഴിവ് കേട് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ
ഈ പിണറായി വിജയൻ ഇങ്ങനെ സുഖിച്ചു വാഴുന്നത് തനിക്ക് നട്ടലുണ്ടായിരുന്നുവെങ്കിൽ വി ഡി സതീശന്റെ പാർട്ടിക്കാർക്കും ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്യുന്ന ഈ വൃത്തികേടുകളെ കുറിച്ചെല്ലാം ബോധ്യമുണ്ടായിട്ടും മുഖ്യമന്ത്രിക്ക് തണലൊരുക്കുന്ന പരിപാടിയുമായിട്ടാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നോട്ട് പോകുന്നത്. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിരിച്ചു മറുപടി പറഞ്ഞാലും കരഞ്ഞിട്ട് മറുപടി പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾക്ക് അതിനെ ഒരു വിഷയമേ അല്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത കള്ളന്മാരുടെ നേതാവാണ് ശ്രീമാൻ പിണറായി വിജയൻ എന്ന്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇതും ബോധ്യമായി. ഇവിടത്തെ പാവപ്പെട്ട കുട്ടികൾ, അതിൽ മുസ്ലിമുണ്ടോ? മയക്കുമരുന്നിന്റെ മുന്നിൽ മുസ്ലിമുണ്ടോ, ക്രിസ്ത്യാനിയുണ്ടോ, ഹിന്ദുവുണ്ടോ? ഇവിടെ ഉമ്മ പ്രസവിച്ച അമ്മച്ചിമാർ പ്രസവിച്ച കുട്ടികളുടെ ശിരകളിലേക്ക് മയക്കുമരുന്ന് ഒഴുക്കി കൊടുത്തുകൊണ്ട് മണലാരണ്യത്തിൽ പോയി കഷ്ടപ്പെട്ട് ജീവിതമാർഗത്തിന് വേണ്ടി പണം സമ്പാദിച്ച് അതും നാട്ടിലേക്ക് അയക്കുന്ന എത്ര മുസൽമാന്മാരുടെ വീടുകൾക്കകത്തിരിക്കുന്ന കുട്ടികൾ ഈ മയക്കുമരുന്ന് ലോബിയുടെ അടിമകളായിട്ടുണ്ട് എന്ന് പരിശോധിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പം നിങ്ങൾ തുറന്നു പറഞ്ഞല്ലോ. എന്തേ നിങ്ങൾ ഇതിന് മുൻപത് തയ്യാറാവാതിരുന്നത്? ഈ കേരളം എന്റെയും നിങ്ങളുടെയും ഭാവി തലമുറയെ തകർത്തെറിയുന്ന രീതിയിൽ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുടെ പിടിയിലായിട്ടും എന്തുകൊണ്ടാണ് ഈ മാഫിയകളെ നിയന്ത്രിച്ചു നിർത്താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിക്കാത്തത് എന്ന് അൻവർ പറയുകയാണ്. അൻവർ ആരാണ്? അൻവർ ഹരിചന്ദ്രനാണോ? അൻവർ ഹരിചന്ദ്രനല്ല. മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് അൻവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ എന്റെ ബിസിനസ് നടത്തുന്നത് ഒരക്ഷരം പോലും അത് തെറ്റാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയുമോ? ഞാൻ എന്റെ ബിസിനസ് നടത്തുന്നത് ആഫ്രിക്കയിലെ സിയാറ ലിയോണയിലാണ്. അതാ എവിടെയാണത്? അവിടെ എന്താ നടക്കുന്നത്? അവിടെ നടക്കുന്നത് സിവിൽ വാർ നടക്കുന്ന സ്ഥലമാണ്. സിവിൽ വാർ നടക്കുന്ന ആഫ്രിക്കയിലെ സിയാറ ലിയോണയിൽ 20,000 കോടി രൂപയുടെ ബിസിനസിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് അൻവർ. ആ 20,000 കോടി രൂപയിൽ അൻവർ പറയുകയാണ് എന്റെ സ്റ്റേക്ക് എന്ന് പറയുന്നത്, അൻവറിന്റെ സ്റ്റേക്ക് എന്ന് പറയുന്നത് 4,000 കോടി രൂപയാണ്. 4,000 കോടി രൂപ നിക്ഷേപിക്കാൻ വേണ്ടി പൊതുപ്രവർത്തകനായിട്ടുള്ള അൻവർ 3 മാസം ലീവ് എടുത്തുകൊണ്ട് ഈ സൈനികമായിട്ടുള്ള ഏതു സമയത്തും അക്രമം നടത്താൻ സാധിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത പ്രദേശത്ത് പോയി 4,000 കോടി നിക്ഷേപിച്ചത് എന്ത് പണിയെടുത്തിട്ടാണ്? മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കണം. ബിസിനസ് നടത്തിയിട്ട് കേരളത്തിൽ പലരും വലുതായിട്ടുണ്ട്. നല്ല നല്ല ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കിയ ആളുകൾ ഇന്ത്യയിലുണ്ട്. അവരുടെ എല്ലാം വാർത്തകൾ ഫിനാൻഷ്യൽ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യും. എന്നെങ്കിലും ഒരിക്കൽ കേരളത്തിലെ അൻവറിനെ കുറിച്ച് ഒരു 2 പേജിൽ വേണ്ട 2 പാരഗ്രാഫിൽ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ എക്സ്പ്രസിൽ എപ്പോഴെങ്കിലും ഒരു വാർത്ത വന്നിട്ടുണ്ടോ എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കണം, ചർച്ച ചെയ്യണം. അപ്പൊ ആരുടെ പണമാണ് നിങ്ങൾ ഈ പറയുന്ന ജനാധിപത്യ മൂല്യങ്ങളില്ലാത്ത മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലെ വലിയ അഴിമതിക്കാരായിട്ടുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാർ വരെ കടന്നുകയറ്റം നടത്തിയിട്ടുള്ള ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് നിക്ഷേപിച്ചത് അൻവർ ആർക്ക് വേണ്ടിയിട്ടാണ്? ആരുടെ പണമാണ് എന്നതാണ് ചോദ്യം. അതാണ് ഞാൻ പറഞ്ഞത്. അൻവർ എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള കള്ളൻ ശിവശങ്കരൻ, ജയിലിൽ പോയ കള്ളൻ ശിവശങ്കരനും കളവിന് നേതൃത്വം കൊടുത്ത ADGP അജിത് കുമാറും അൻവറും പിന്നെ കൊടുവള്ളിയിലെ വലിയ കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത കൊടുക്കാൻ കഴിവും പ്രാപ്തിയും തെളിയിച്ചിട്ടുള്ള കാരാട്ട് റസാക്കും പിന്നെ ആദ്യമായിട്ട് റിസർച്ച് നടത്തിയിട്ട് ഈന്തപ്പഴത്തിന്റെ കുരുകളഞ്ഞ് അവിടെ സ്വർണത്തിന്റെ കുരുവെച്ച് ഈന്തപ്പഴം എങ്ങനെ ഫലപ്രദമായിട്ട് രാജ്യത്തേക്ക് കൊണ്ടുവരാമെന്ന് റിസർച്ച് ചെയ്ത ജലീലും ഉൾപ്പെടെയുള്ള ഒരു വലിയ സംഘമാണ് കേരളത്തിലെ കള്ളക്കടത്ത് മാഫിയയ്ക്ക് നേതൃത്വം കൊടുത്തത്. അതിൽ മരുമകൻ റിയാസിനെ അൻവർ ഒന്ന് തലോടി വിടുകയാണ് ഉണ്ടായത്. അമ്മായി അച്ഛന് കഴുത്തുപോലും തിരിക്കാൻ സാധിക്കുന്നില്ല, നേരാം വണ്ണം ഒന്നും നടക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ പിണറായി വിജയന്, അല്ലെ? മുഹമ്മദ് റിയാസിന്റെ അമ്മായി അച്ഛനല്ലേ? അദ്ദേഹത്തിന് നേരാം വണ്ണം ഒന്നും നിവർന്ന് നടക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് വയ്യ, അദ്ദേഹത്തിന് നോട്ട് കെട്ടുകൾ എന്നാൻ വയ്യ.
കണക്ക് നോക്കാൻ വയ്യ. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഭാര്യയും മക്കളും കുടുംബക്കാരുമാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? മിസ്റ്റർ അൻവർ, നിങ്ങൾ 4000 കോടി രൂപ ഏത് രാഷ്ട്രീയക്കാരന്റെ കള്ളപ്പണമാണ് നിങ്ങൾ കൊണ്ടുപോയി അവിടെ നിക്ഷേപിച്ചിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ദേശീയ ഏജൻസിയുടെ മുൻപാകെ വ്യക്തിപരമായി 3 ആഴ്ചക്കാലം മുമ്പ് ഒരു പരാതിയുമായി മുന്നോട്ട് പോയിട്ട് മാധ്യമ സുഹൃത്തുക്കളെ കാണാൻ എനിക്കൊരവസരം കിട്ടിയത്.